Hello friends, welcome to channel. 𝙑𝙞𝙙𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയാൻ പോകുന്ന ഒരു Bsnl Ftth ഒരു ന്യൂസ് തന്നെയാണ്. ഇത് ശരിക്കും നമുക്ക് കസ്റ്റമേഴ്സിനും ശരിക്കും അവരുടെ റീറ്റെയിലേഴ്സ് നമ്മുടെ ഈ ഫ്രാഞ്ചൈസികളുണ്ടല്ലോ Bsnl ഫ്രാഞ്ചൈസ് അവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ Bsnlൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് നമുക്കൊരു ഒരു പാർട്ട് ടൈം അല്ല മെയിനായിട്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നുള്ള അവർക്കൊരു ഉപകാരമുള്ളൊരു ന്യൂസാണ് ആക്ച്വലി ഇത്. എന്ന് വെച്ചാൽ ഇപ്പോൾ Bsnl തന്നെ റീസെൻ്റ്ലി ഇപ്പോൾ നിങ്ങൾക്കറിയാം Bsnl നല്ല ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഫൈബർ കണക്ഷൻ കസ്റ്റമേഴ്സ് ഉള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ അവർ സംഭവം അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റ്ലി അപ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും ഇപ്പോൾ 4 lakhs കസ്റ്റമർ തന്നെ ഇന്ത്യയിലല്ല കേരളത്തിൽ തന്നെ 4 lakh കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റ് ഷെയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എയർടെലിനായിട്ടും ജിയോനായിട്ടും ഒക്കെ കൂടുതൽ നമ്മുടെ Bsnl ആണ്. ഇത് 35% ഓഫ് ദ മാർക്കറ്റ് ഷെയർ Bsnl ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ Bsnl ഇപ്പോൾ ഫ്രാഞ്ചൈസികളെ കുറേ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അവരെ ആയിട്ട് ഒരു നമ്മുടെ LCO ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക എന്ന് വെച്ചാൽ ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കണക്ഷൻ കൊടുക്കുന്ന ഒരു പാർട്ട്ണറായിട്ട് വേണമെങ്കിൽ നമുക്ക് Bsnlോട് ബിസിനസ് ജോയിൻ ചെയ്യാം 50% ഷെയർ ആയിട്ട്. അപ്പോൾ അതിന് അവരൊരു ഇപ്പോൾ അവർ കൊടുക്കുന്ന മോഡ് ഉണ്ടല്ലോ ഇപ്പോൾ മോഡ് ONT എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അത് അതിന് അപ്പോൾ നമ്മുടെ അതൊരു ഒരു ലിസ്റ്റ് ഇട്ടുണ്ട് ഒരു 43-44 ഒരു ലിസ്റ്റ് ബ്രാൻഡ്സ് ഓഫ് ONT മോഡത്തിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അത് മാത്രമേ ഇപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. അത് എടുത്താൽ മാത്രമേ നമുക്കിപ്പോൾ ഫ്രാഞ്ചൈസിയുടെ ഒരു ലൈസൻസ് ഒക്കെ തരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളിപ്പോൾ നമ്മുടെ ഈ ONTയുടെ ബ്രാൻഡുകളുടെ കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ പോകുന്നു. പിന്നെ കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവർ തരുന്നത് വേറെ മോഡാണ്, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള മോഡൽ വാങ്ങിച്ച് വെച്ചുകൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നോർമൽ കസ്റ്റമേഴ്സ് ആകുമ്പോൾ പുതിയ കസ്റ്റമർ പോകുന്നവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഏതൊക്കെ മോഡൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് അറിയാവുന്ന നമുക്ക് ഇഷ്ടം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഓൾറെഡി മോഡ് ഉണ്ടെങ്കിൽ നമുക്കത് വെക്കാം. അപ്പോൾ ഈ സപ്പോർട്ടുള്ള മോഡാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ മോഡം വെക്കാം. അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ മൊബൈലിലൊക്കെ സംഭവങ്ങൾ കുറേ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ 44 ബ്രാൻഡുകളുടെ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് മുഖപ്പ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗിവ് വീഡിയോ കാണാത്തൊരു പോയി കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് 4 വീഡിയോ ഉണ്ട്. ഒരു ക്യൂബോ UPS പിന്നെ ഫോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ് പിന്നെ 10 റൂട്ടർ പിന്നെ ഒരു ഇൻഫിനിറ്റിയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇട്ടാൽ. അപ്പോൾ നാളെ തന്നെ വീഡിയോ താഴെ ഫുൾ കാണുക, പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയ്ക്ക് പോയാലോ. അപ്പോൾ ഞാൻ നമ്മുടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് എടുക്കട്ടെ. ആക്ച്വലി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 44 ബ്രാൻഡുകളുണ്ട്, 44 വെൻഡേഴ്സുകളുണ്ട് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ശരിക്കും ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സിനും അതുപോലെ TIPസിനുമാണ് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഫൈബർ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ LCOക്കാരും TIPസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് LCO എന്ന് പറഞ്ഞാൽ ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കേബിളൊക്കെ തരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നുള്ളത് TIPs ആണെന്ന് വെച്ചാൽ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സാണ്. അപ്പോൾ അവർക്കും നമുക്ക് അവർ വഴിയും ഇപ്പോൾ Bsnl Ftth കൊടുക്കുന്നത് ഇപ്പോൾ ഈ 2 ചാനൽ വഴിയാണ്. ഡയറക്റ്റ് അവർ കൊടുക്കുന്നില്ല അപ്പോൾ അവർക്കുള്ളൊരു ന്യൂസും കൂടിയാണ് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് LCOക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊവൈഡേഴ്സായിട്ട് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവർ പറയണ ഈ ബ്രാൻഡുകൾ എടുത്താലേ അവർ സപ്പോർട്ട് തരുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ബാംഗ്ലൂർ ഇവരൊരു എന്താ പറയുക ഇപ്പോൾ വെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു കസ്റ്റമർ കെയർ പോലെ സംഭവം തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ വെൻഡേഴ്സിന് വേണ്ടി സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ നെറ്റ്ലിങ്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് തൊട്ട് നെറ്റ്ലിങ്ക് ആണ്. പിന്നെ സ്കോപ്പസിൻ്റെ മോഡാണ്, പിന്നെ ഹുവാവേൻ്റെ മോഡൽ സപ്പോർട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ, പിന്നെ ആൽഫിയോൻ്റെ മോഡൽ വന്നിട്ടുണ്ട്, DBCയുടെ വന്നിട്ടുണ്ട്, ജെനസിക്സിൻ്റെ ആണ് മോസ്റ്റ്ലി ഇപ്പോൾ തരാറുള്ളത്. നെറ്റ്ലിങ്ക്, സൈറോടെക്, ജെനസിക്സ് ഒക്കെയാണ് തരാറ്. ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് എടുത്ത സമയത്തൊക്കെ Bsnl കൊടുക്കുന്നത് ഫുൾ നെറ്റ്ലിങ്കോ സൈറോടെക് ആയിരുന്നു. ഇപ്പോൾ ജെനസിക്സാണ് മാക്സിമം കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇനിയും കുറേ ബ്രാൻഡുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ LCOൻ്റെ അനുസരിച്ച് നമുക്ക് ഈ മോഡൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഏതാ എടുക്കണം, അവരേതാ ബൾക്കായിട്ട് എടുക്കണം, അതനുസരിച്ചാണ് നമുക്ക് മോഡൽ കിട്ടുക. അപ്പോൾ പിന്നെയുള്ള ബ്രാൻഡുകൾ എന്ന് പറയുന്നത് പിന്നെ OptiLinkൻ്റെ ഉണ്ട്, പിന്നെ യൂണിവേ എന്ന് പറഞ്ഞ മോഡൽ തന്നെ ഉണ്ട്, ഷാർപ്പ് വിഷൻ്റെ ഉണ്ട്, കാറ്റ് വിഷൻ്റെ ഉണ്ട്, ഫൈബ്രസോളിൻ്റെ ഉണ്ട്, മെട്രോ, ഡിജിസോൾ, അതുപോലെ ഇനോടെക്, നെപ്സെക്ട്, ഹുവാവേ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രാൻസ്ലൈറ്റ്, നെക്സ്റ്റ് വിഷൻ്റെ ഉണ്ട്, അതുപോലെ സ്കൈബേർഡ് ഇൻ്റർനാഷണൽ ഉണ്ട്. അത് കുറേ ഇന്ത്യൻ ബ്രാൻഡ്സുകളും കുറേ ഉണ്ട് കേട്ടോ. തോഷി, വിനിടെക്കിൻ്റെ, ഒപ്റ്റിനോവ, ഫൈബർ, നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി, ഇത് കുറേ ബ്രാൻഡുകളുണ്ട്. ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഇത് കൊടുക്കാം, അതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഏത് മോഡൽ വെച്ചാലും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. മോസ്റ്റ്ലി എന്നോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത് ഹുവാവേൻ്റെ സപ്പോർട്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ ഹുവാവേ സപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, മുമ്പ് ഉണ്ടായിരുന്നില്ല. ചെക്ക് നോർമലി നമ്മൾ കോൺഫിഗർ ചെയ്താൽ മതി.
പക്ഷേ നമ്മൾ LCO കോൺഫിഗർ ചെയ്ത് തരണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഹുവാവെ നമ്മുടെ BSNL സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹുവയുടെ മോഡൽ ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കേണ്ടത് തന്നെ വെക്കാട്ടെ. അപ്പോൾ അത് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു ന്യൂസ് കൊണ്ട് വെച്ചാൽ നമുക്കിപ്പോൾ BSNL കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇപ്പോൾ ഒരു BSNL ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് അവരെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ്റെ സൈറ്റ് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ ഡയറക്റ്റ് BSNL ഓഫീസിൽ പോയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു BSNL ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ചാനൽ പാർട്ണർ ആവണമെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഇത് 50% ഷെയർ വെച്ചിട്ടാണ് നമുക്കിപ്പോൾ ഒരു പ്രോഫിറ്റ് ഷെയറിന് വരുന്നത്. അപ്പോൾ ഒരു മോശമില്ലാത്തപ്പോൾ തന്നെ കുറേ പേര് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ശരിക്കും ആക്ച്വലി എനിക്ക് തരുന്നത് LCOക്കാരല്ല, എന്ന് വെച്ചാൽ LCO ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ എൻ്റെ ശരിക്കും തിരഞ്ഞെടുക്കുന്നത് ഈ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സാണ്. എന്ന് വെച്ചാൽ അവർ എൻ്റെ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പേര് നെക്സ്റ്റ് ജെൻ എന്നാണ്, നെക്സ്റ്റ് ജെൻ ടെക്നോളജീസ് ആണ് അവരുടെ പേര്. അവർ ശരിക്കും BSNL മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ BSNL ഫ്രാഞ്ചൈസി എടുത്തേക്കാണ് അവർ. അപ്പോൾ LCO എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ LCO എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കേബിൾ ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ കേബിൾ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും, നമുക്കറിയായിരിക്കും നമ്മുടെ 𝙬𝙬𝙀 അതുപോലെ 𝙬𝙬ഒക്കെ കേബിൾ ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ അവരുടെ കുറേ ഫ്രാഞ്ചൈസികളുണ്ട്. നമുക്കിപ്പോൾ കുറേ ഏരിയയിൽ അവരായിരിക്കും കേബിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും BSNL കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ സ്ഥലത്തൊക്കെ സെയിം ഫ്രാഞ്ചൈസികൾ തന്നെ 𝙬𝙬നും BSNLനും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സാണ്, അതുകൊണ്ടാണ് അവരിൽ രണ്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ ഇപ്പോൾ ഇതൊരു ന്യൂസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ BSNL ആയിട്ട് FTH ബിസിനസ് ജോയിൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്കൊരു ന്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ വയ്ക്കാൻ വിചാരിച്ചതാണ്. പിന്നെ അപ്പോൾ ഞാൻ ഈ URL എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വലിയ URL ആട്ടോ. ഞാനത് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് BSNL ഓഫീസ് പോയി കിട്ടും. പിന്നെ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റവന്യൂ ഷെയറിംഗ് എന്ന് പറയുന്നത് കമ്മീഷൻ അപ് ടു 50% ആണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ എന്താ പറയുക പ്രോഫിറ്റ് ഷെയറിംഗ് നിന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BFFC ആണ് സംഭവം വരുന്നത്, BSNL ഫ്രാഞ്ചൈസി ഫെസിലിറ്റേഷൻ സെൻറ്റർ. അതാണ് ഈ ഫ്രാഞ്ചൈസികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി BSNL തുടങ്ങിയതാണ്. ബാംഗ്ലൂരാണ് സംഭവം. അത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ONT ഇഷ്യൂകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെയാണ് സമീപിക്കേണ്ടത്. എന്തായാലും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയേണ്ട, എന്നാലും നമുക്ക് കാര്യങ്ങളും അപ്പോൾ ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ പിന്നെ കുറേ പേര് നമ്മുടെ ബോർഡത്തിൻ്റെ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഒരു ബ്രാൻഡ് സപ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. Instagram Facebook ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗിവ് കാണാത്തവർ പോയി കാണുക. എല്ലാത്തിനും സംഭവം ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് പോയി കാണാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. ഞാൻ അടുത്ത വീഡിയോയിലാണ്. ബൈ.